പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവജനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. ചന്ദനരോഗിയായ ഒരു മകനുമായിട്ട് പിതാവ് യേശുവിനടുക്കൽ വന്നപ്പോ യേശു അവിടെ ഇല്ല. ശിഷ്യന്മാരും അടുക്കൽ അപ്രോച്ച് ചെയ്തു, നടന്നില്ല. അവൻ യേശുവിനെ കണ്ട ഉടനെ ചോദിച്ചൊരു കാര്യം, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. കാരണം അവന്റെ അകത്ത് ഒരു ചിന്ത കയറി, ശിഷ്യന്മാർക്ക് പറ്റിയില്ല, അപ്പൊ ഇനി യേശുവിന് സാധിക്കുമോ? ഒരു ഉറപ്പില്ലായ്മയിൽ അവൻ ചോദിക്കും. യേശു പറഞ്ഞ മറുപടി, എന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. അപ്പോ തന്നെ അവന്റെ അടുത്ത പ്രയർ എന്താണെന്നറിയാം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് തുറന്നു നിൽക്കണം. ഇതുവരെ അവന്റെ വിഷയം എന്തായിരുന്നു? മകന്റെ രോഗം, സൗഖ്യം അതായിരുന്നു ഇതുവരെ അവന്റെ വിഷയം. ഇപ്പൊ അവന് മനസ്സിലായി, എന്റെ മകന്റെ രോഗസൗഖ്യത്തിന് തടസ്സം ഞാൻ ആരുടെ അടുക്കൽ വന്നു എന്നുള്ളതല്ല, ദൈവം ഞങ്ങളുടെ രോഗവും ശാപവും സൗഖ്യമാക്കുന്നവനാണ്. ഇത് ഞാൻ ചുമക്കേണ്ടതല്ല. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാൽ അബ്രഹാമിയ സന്തതിയായി മാറിയ എന്റെ മേൽ ഈ രോഗം വാടരുതെന്നുള്ള അറിവ് അവനില്ലാതെ. നമുക്കറിയാം, കൂനിയായ സ്ത്രീയെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇത്, അബ്രഹാമിന്റെ സന്തതിയായ ഇവളിൽ ആ രോഗബന്ധനം അഴിയേണ്ടിയിരുന്നു. അബ്രഹാമിന്റെ സന്തതിയായ സഖായുടെ വീട്ടിൽ രക്ഷ വന്നിരിക്കുന്നു. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ വസിക്കേണ്ടവരാണ്. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞപ്പോ അബ്രഹാമിന്റെ സന്തതികളാണെന്നുള്ളതാണ് ക്ലെയിം ആയിട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, ആർക്കും ഒരു നാട് പാടി മുന്നായിട്ടിരുന്നിട്ട്. അപ്പൊ അബ്രഹാമിന്റെ കവനന്റിനകത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതവർ അറിഞ്ഞില്ല. അപ്പൊ അവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ്, വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം. അപ്പൊ ഈ രോഗമല്ല വിഷയം, അവിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയപ്പെട്ട നിങ്ങൾക്ക് അത്ഭുതം വേണം. ഒറ്റ കാര്യവും, വിശ്വസിക്കുക. വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആമേൻ, നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നത് ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ പറയുക. അത്ഭുതത്തിന് ഒരു പകലായി തീരട്ടെ. God bless you. Amen.